കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ വാർഡിന്റെ പെർമിഷൻ ഒക്കെ വാങ്ങി നേരത്തെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ബസ്സിലൊക്കെ കയറി ആദ്യം തന്നെ ഞങ്ങൾ വിശാൻ മാളിലേക്കാണ് പോകുന്നത്. എനിക്കൊരു ഉടുപ്പും പിന്നെ എന്റെ ഫ്രണ്ടിന് ഒരു ബാഗ് നോക്കാനുണ്ടായിരുന്നു. ഉച്ചക്കാണ് ട്രെയിനൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് ധൈര്യത്തിലാട്ടെ ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത്. എന്നാലും ഉച്ചക്ക് മുമ്പ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പർച്ചേസിംഗ് അങ്ങ് തീർത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാട്ടോ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത്. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലക്കുറവിലാട്ടോ ഇവിടെ നിന്ന് ഇതൊക്കെ കിട്ടും. ഇനിയിപ്പോ എങ്ങോട്ടാ പോവാ, ഞാൻ കുറച്ച് ലേസ് ഒക്കെ വാങ്ങിക്കണമല്ലോ. ഞങ്ങൾ നേരെ ഡിമാർട്ടിലേക്കാണ് പോയത്. ഡിമാർട്ടിൽ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല വില. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സൊക്കെ പിടിക്കാന്ന് ഓർത്തതാ. സമയം തീരില്ലാത്തതുകൊണ്ട് ഊബറാണ് ബുക്ക് ആക്കിയത്. സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് അറിഞ്ഞോണ്ട് തന്നെയാന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരൻ നല്ലോണം ഞങ്ങൾ ചുറ്റിച്ചു. സ്ട്രെയിറ്റ് നേരെ പോകേണ്ട ഓട്ടോയായിരുന്നു കേട്ടോ. എങ്ങോട്ടൊക്കെ വളഞ്ഞ് എളുപ്പത്തുന്ന വിചാരിച്ചു. പക്ഷെ നല്ല ബ്ലോക്ക് ആയിരുന്നു. 2 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഇയാളെ ഞങ്ങളെ 10 മിനിറ്റ് കൊണ്ട് ആട്ടോ എത്തിച്ചത്. ചോദിച്ചു പുള്ളിക്കാരൻ പറയണത് മാപ്പിൽ ഇങ്ങനെയാണ്. എന്ത് മനുഷ്യനാണല്ലേ, എനിക്ക് നല്ല സംശയമുണ്ട് ഇയാൾക്ക് കാശ് കൂടുതൽ കിട്ടാനാണ് ഈ കിടന്ന് കാണിക്കണേ. ട്രെയിൻ കുറച്ച് ലാഗ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറാൻ പറ്റി.